നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. PSG എന്ന ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ്. എന്നാൽ അന്ന് നെയ്മറും ലയണൽ മെസ്സിയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് PSG ഒരു ടീമാണ് എന്ന് പോലും തോന്നിയിരുന്നില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഓടുന്ന പോലെയാണ് തോന്നിയത്. ഒരു ടീം സ്പിരിറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ എന്ന് തുറന്നു പറയുന്നത് വിറ്റിഞ്ഞയാണ്. നിലവിലെ PSG സൂപ്പർ താരം. അദ്ദേഹം അന്ന് PSG ഉണ്ടായിരുന്നു. ചെറിയ പ്രായമാണ്, PSG ജോയിൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ സംഭവ വികാസങ്ങൾ അദ്ദേഹം ഇപ്പോൾ തുറന്നു പറയുന്നു. എബോലക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് അദ്ദേഹത്തോട് ഈ ഒരു ചോദ്യം. ആദ്യ വർഷം, നിങ്ങൾ PSG എത്തിയ ആദ്യ വർഷം ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. ലോക്കർ റൂമിലെ അറ്റ്മോസ്ഫിയർ അത്ര നല്ലതായിരുന്നില്ലല്ലോ. മെസ്സിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് അവിടെ ഉണ്ടായിരുന്നു. ഈവൻ നെയ്മറുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. എന്താണ് അന്ന് സംഭവിച്ചത്? നമുക്കറിയാമല്ലോ, ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. നെയ്മർക്കെതിരെയും മെസ്സിക്കെതിരെയും ഒക്കെ PSG ആരാധക കൂട്ടം, PSG അൾട്രാസ് വലിയ രൂപത്തിൽ പ്രതിഷേധമുണ്ടാക്കി. കളിക്കാനിറങ്ങുന്ന നെയ്മറേയും മെസ്സിയെയും ഒക്കെ പാർക്ക് ഡെസ് പ്രിൻസസിലിട്ട് കൂവുന്ന കാഴ്ച. നെയ്മറുടെ വീട്ടിലേക്ക് റാലി നടത്തുന്നു, പ്രതിഷേധ പ്രകടനം നടത്തുന്നു. എന്തൊക്കെയാണെന്ന് കാട്ടിക്കൂട്ടിയത്, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ വിറ്റിഞ്ഞ അന്നത്തെ ടീമിൻ്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച്, ലോക്കർ റൂമിലെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം പറയുന്നു, അന്ന് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു, പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അന്ന് കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു വർഷം എനിക്ക് ഞങ്ങളൊരു ടീമാണെന്ന് പോലും തോന്നിയില്ല. മെസ്സിയും നെയ്മറും ഒക്കെ ഉണ്ടായിട്ടും ഒരു ടീമാണെന്ന് തോന്നലുണ്ടായിരുന്നില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്ന പോലെയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ കളിക്കളത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടവരായിരുന്നു. എനിക്കന്ന് കുറച്ചുകൂടി പ്രായം കുറവാണ്. ഞാനപ്പോൾ അവിടെ ക്ലബ്ബിൽ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, അന്നത്തെ കോച്ച് ക്രിസ്റ്റോഫ് ഗാൽട്ടിയർക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ? എന്തായിരുന്നു അദ്ദേഹം അന്ന് ചെയ്തത്? അപ്പോൾ മറുപടി പറയുന്നു, തീർച്ചയായിട്ടും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കോച്ചായിരുന്നു അദ്ദേഹം. കൂടുതലായിട്ട് ഈഗോസിനൊക്കെ കൺട്രോൾ ചെയ്യേണ്ടി വരിക. ശരിക്കും പറഞ്ഞാൽ ആ ഗ്രൂപ്പിനെ ഡീൽ ചെയ്യുക എന്നുള്ളത് എളുപ്പമായിരുന്നില്ല. എന്നാൽ മെസ്സിയോട് തീർച്ചയായിട്ടും എനിക്ക് വലിയ റെസ്പെക്റ്റാണ്. എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ്. എനിക്ക് അദ്ദേഹവുമായിട്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. ആബ്സല്യൂട്ട്ലി നത്തിങ്. അദ്ദേഹവുമായിട്ട് ഒരു പ്രശ്നവും എനിക്കില്ല. ഇൻഫാക്റ്റ് ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഞങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അവസ്ഥയുണ്ടായിരുന്നല്ലോ. അന്ന് ഞാൻ അദ്ദേഹത്തെ കളിക്ക് ശേഷം കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ വീണ്ടും മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, നെയ്മറുമായിട്ടോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? നോ, ഒരു പ്രശ്നവും ഇല്ല, എവറിത്തിങ് ഈസ് ഫൈൻ ബിറ്റ്വീൻ അസ് എന്നുകൂടി ഇപ്പോൾ വിറ്റിഞ്ഞ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.